നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുപാരമ്പര്യ വൈദ്യ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ CITU ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക, പാരമ്പര്യ നാട്ടുവൈദ്യ കളരിമർമ്മ സിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക, ആയുർവേദ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേജസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. നാട്ടുപാരമ്പര്യ വൈദ്യത്തിൽ നമ്മുടെ നാട്ടിൽ നിലനിന്ന് വന്നിരുന്ന പൂർവികർ നേടിത്തന്ന സൗകര്യങ്ങൾ അതേപടി നിലനിർത്താൻ സാധിക്കാത്ത വിധമുള്ള നിയമ ഭേദഗതികളാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിനകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പാരമ്പര്യ വൈദ്യന്മാരുടെ സമരം നടക്കുന്നതെന്ന് അരക്കൻ ബാലൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മുൻ തലമുറ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നേടിത്തന്നിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതേപടി നിലനിർത്താൻ സാധിക്കാത്ത വിധമുള്ള നിയമ ഭേദഗതികളാണ് രാജ്യത്തിന്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയും പോലെ 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 52 വരെയുള്ള 5 വർഷക്കാലമാണ് രാജ്യത്തിന്റെ അകത്ത് നിരവധി സേവന വേതന വ്യവസ്ഥകളും സാമൂഹ്യ സുരക്ഷിതത്വവും നൽകാൻ ആവശ്യമായ നിയമനിർമ്മാണം വന്നത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ബോണസ് വന്നത്, കാറ്ററിംഗ് വന്നത്, ജീവിതവയസ് വന്നത്, ESI വന്നത്, പ്രോബ്ലം ഫണ്ട് വന്നത്, ഗ്രാറ്റുവിറ്റി വന്നത്, പിരിച്ചുവിടൽ വേതനം വന്നത്, തൊഴിൽ തർക്ക നിയമം വന്നത്. ഇതെല്ലാം 5 വർഷക്കാലം എനിക്ക് നിങ്ങൾക്ക് മുൻതലമുറ വലിയ ധീരോദാത്തമായ പോരാട്ടം നടത്തി നമുക്ക് നേടിത്തന്ന സൗകര്യമാണ്. രാമചന്ദ്രൻ ഗുരുക്കൾ സ്വാഗതം പറഞ്ഞു. KATU സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വൈദ്യർ അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ഗുരുക്കൾ, ഭാസ്കരൻ വൈദ്യർ, ഷീല വൈദ്യർ, സദാശിവൻ ഗുരുക്കൾ, സുബേർ ഗുരുക്കൾ, ഉത്തമൻ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.